യേശുവിലെൻ തോഴനെ കണ്ടേൻ, എനിക്കെല്ലാമായവനെ. 10,000-ങ്ങളിൽ ഏറ്റം സുന്ദരനേ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. 10,000-ങ്ങളിൽ ഏറ്റം സുന്ദരനേ, 10,000-ങ്ങളിൽ ഏറ്റം സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാൽ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. 10,000-ങ്ങളിൽ ഏറ്റം സുന്ദരനേ, 10,000-ങ്ങളിൽ ഏറ്റം സുന്ദരനേ. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം നമ്മുടെ മധ്യത്തിൽ മഹത്വമെടുക്കട്ടെ. ദൈവവചനവുമായി വീണ്ടും ദൈവമക്കളുടെ മുൻപാകെ ആയിരിക്കാൻ കർത്താവ് എളിയവനും ആരോഗ്യവും പ്രാപ്തിയും ഒക്കെ നൽകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെല്ലാം മഹത്വവും കഴിയിക്കുന്നു. ഇതൊരു വലിയ പദവിയാണ്. ദൈവം ഇങ്ങനെ തിരഞ്ഞെടുത്താക്കിയതിൽ ദൈവത്തിന് ഞാൻ മഹത്വം കരയിക്കുന്നു. നമ്മുടെ ഇന്ന് പകലത്തെ ദൈവവചന ശുശ്രൂഷ 63-ാമത്തെ സങ്കീർത്തനത്തിൽ ചില ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ഞായറാഴ്ചയിൽ നാം അതേ സങ്കീർത്തനം തന്നെ പാടി ചില ചിന്തകളെ ചിന്തിപ്പാൻ ഇടയായി തോന്നും. അതിൻ്റെ ഒരു രണ്ടാം ഭാഗം എന്നുള്ള നിലയിലാണ്, അല്ലെങ്കിൽ തുടർച്ച എന്നുള്ള നിലയിലാണ് ഇന്ന് പകൽ നാം ചിന്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചിരുന്നു, എനിക്ക് എല്ലാ ഭാഗങ്ങളും ഒറ്റയാഴ്ച കൊണ്ട് പറയുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചിലത് ദൈവവചനത്തിൽ നിന്ന് ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ചിന്ത ഉയരത്തിലെ ചിന്തകൾ എന്നുള്ള വിഷയമായിരുന്നു. അതിനെ സങ്കീർത്തനത്തിൽ നിന്ന് നാം എടുത്തത് അധികാലത്തെ അന്വേഷിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവവും, വെള്ളമില്ല, ഉണങ്ങി വരണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്, മരുഭൂമിയുടെ അനുഭവങ്ങളാണ്. എന്നാൽ സങ്കീർത്തനത്തിലെ എഴുത്തുകാരന്റെ ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ ഉള്ളം ദൈവത്തിനായിട്ട് ദാഹിക്കുകയും തൻ്റെ ദേഹം ദൈവത്തിനായി കാംക്ഷിക്കുകയും മാത്രമല്ല, ദൈവത്തിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിലേക്ക് ദൈവത്തെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ മഹത്വവും ബലവും ഒന്ന് കാണേണ്ടതിന് ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരു എഴുത്തുകാരന്റെ ചിത്രമാണ് ദാവീദിലൂടെ അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതും നമുക്ക് പഠിക്കേണ്ടതും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഉയരത്തിലെ ചിന്തകൾ, ഉയരത്തിലെ ആഗ്രഹങ്ങൾ, ഉയരത്തിലെ എന്തെല്ലാം ഉണ്ടോ അത് പ്രാപിക്കുവാനുള്ള വാഞ്ച നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒന്ന് ഉണ്ടാകണം. യഹൂദ്യ മരുഭൂമിയിലാണ് ഇപ്പോൾ സങ്കീർത്തനക്കാരനായിരിക്കുന്നത്. അത് ചരിത്രം കുടികൊള്ളുന്ന ഒരു മരുഭൂമിയിലൂടെയാണ്. പലപ്പോഴും കണ്ണുനീർ തുള്ളികൾ ദാവീദ് ഒഴുക്കിയ ഒരു മരുഭൂമിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സങ്കീർത്തനത്തിൽ എഴുതുമ്പോൾ താൻ രാജാവായിട്ടിരിക്കുകയും തന്റെ മകനെ പേടിച്ച്, അബ്ശാലോമിനെ പേടിച്ച് മരുഭൂമിയിൽ പോയി
പാർത്ത് കരഞ്ഞ ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭമാണ് നിന്റെ തലക്കെട്ടെന്ന് മനസ്സിലാക്കുന്നു. മരുഭൂമിയിൽ പോയി കരഞ്ഞ് ഏങ്ങലടിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവിടെ ആയിരിക്കുമ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലം ആയിരിക്കുന്നു. അതായത് വെള്ളമില്ല, ഉണങ്ങി വരേണ്ട അനുഭവമാണ്, പ്രയാസത്തിന്റെയും പ്രതികൂലത്തിന്റെയും അനുഭവമാണ്. എന്നാൽ ഭക്തന്റെ ആഗ്രഹം എന്താണ്? വെള്ളമില്ലേലും സാരമില്ല, ദാഹിച്ചിരുന്നാലും കുഴപ്പമില്ല, മരുഭൂമിയാണേലും കുഴപ്പമില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഞാനിവിടെ മരുഭൂമിയിലാണെങ്കിലും എനിക്ക് കാണേണ്ടത് എന്താണ്? ദൈവത്തിന്റെ മഹത്വവും ബലവുമാണ് കാണേണ്ടത്. ഞാൻ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, നാം ദീർഘ ദിവസങ്ങൾ ഉപവാസത്തിലെ പ്രാർത്ഥനയിലാണ്. ഇന്ന് 7ാമത്തെ പകലാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരാവേശം നമുക്കുണ്ടാകണം. ദൈവത്തിന്റെ മഹത്വം ഒന്ന് കാണണം, ദൈവത്തിന്റെ ബലമൊന്ന് കാണുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ട് ഞാൻ ദൈവമക്കളെ കൂടെ കൂടെ ഉപവസിക്കുവാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നത്. ഈ ഉപവാസത്തിൽ ഭൗതികമാകുന്ന ഒന്നും നിങ്ങൾ ചോദിക്കേണ്ട, അത് പുറകെ വന്നുകൊള്ളു. നിങ്ങൾ ചോദിക്കേണ്ടത് സാഹചര്യങ്ങൾ ഇപ്പോൾ പ്രതികൂലമാണ്. ഞാൻ മുൻപോട്ട് നോക്കിയാൽ വെള്ളം കുടിക്കാനില്ല, മരുഭൂമിയുടെ അനുഭവങ്ങളാണ് എന്റെ മുൻപിലുള്ളത്. പക്ഷേ എനിക്ക് കാണേണ്ടതെന്നും എന്റെ ആഗ്രഹമെന്നും പറയുന്നത് എന്റെ ദേഹം നിനക്കായി കാക്ഷിക്കുകയാണ്. നിന്നെ ഒന്ന് കാണേണ്ടതിന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ബലവും മഹത്വവും കാണുവാൻ കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നു. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്ര ദൈവമക്കൾക്ക് പറയാൻ കഴിയും? ഈ COVID-19 കാലത്ത് സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, ശൂന്യമായ അനുഭവങ്ങളുണ്ട്, നിരാശയുടെ അനുഭവങ്ങളുണ്ട്. ഇതിന്റെ മധ്യത്തിൽ കർത്താവേ അവിടുത്തെ മഹത്വം എനിക്കൊന്ന് കാണണം, അവിടുത്തെ ബലത്തെ എനിക്കൊന്ന് കാണുവാനായി ഇടയായി തീരണം. പറയുവാൻ കഴിയുന്നവര് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ്, കർത്താവേ എനിക്ക് കാണേണ്ടത് ഈ ഭൂമിയിലെ അനുഭവമല്ല, ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ തേജസ്സിനെയും അഗ്നിജ്വാലിക്കത്തുള്ള കണ്ണുള്ളവനും മാറത്ത് പൊൻകച്ച കെട്ടിയവനുമായ കാലുകൾ വെള്ളത്തിന് സദൃശമുള്ളവനായ പുലികൾ ചുട്ടുകഴിപ്പിച്ച അതേ വെള്ളത്തിന് സദൃശമുള്ള കാലുകളായി അതിൽ കിളമ്പോലെ വെളുത്ത പഞ്ഞി പോലെ മുടിയുള്ള എന്റെ യേശുവിന്റെ സാന്നിധ്യത്തെ അറ്റ്മോസ്ഫിയർ യോഗം ഞാൻ അനുഭവിച്ചതുപോലെ, ഏകാന്തതയിൽ യോഗം ഞാൻ അപ്പോസ്തലൻ അനുഭവിച്ചതുപോലെ എന്റെ ജീവിതത്തിലും ഏകാന്തതയിലും മരുഭൂമിയിലും കൂരിരുട്ടിന്റെ അനുഭവങ്ങളിലും വെള്ളമില്ലാതെ ഇരിക്കുമ്പോഴും ദൈവത്തിന്റെ മഹത്വം അനുഭവിപ്പാൻ എന്നെ ഏൽപ്പിക്കുന്നവൻ എത്ര പേർ ഇന്ന് പകൽ ഈ ആരാധനയിൽ ഒന്ന് സമർപ്പിക്കും? കർത്താവേ എന്നെ സമർപ്പിക്കുന്നു, എന്നെ ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ എനിക്ക് കാണേണ്ടത് ദൈവത്തിന്റെ മഹത്വം ഒന്ന് കാണണം, ദൈവത്തിന്റെ ബലമൊന്ന് കാണണം. അതിന് ഞാൻ ചില ത്യാഗം സഹിക്കും. അതുകൊണ്ടാണ് ആരോഗ്യമില്ല, ബലമില്ല, ഒരു നേരം പോലും ഉപവസിപ്പാൻ കഴിയത്തില്ലെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോരോ കണ്ണുനീരുകളെ ഒഴുക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന്റെ ഏക കാരണം ദൈവത്തിന്റെ ജനമേ ദൈവത്തിന്റെ മഹത്വം കാണേണ്ടതിനാണ്. ദൈവസഭ അതിനൊന്ന് തയ്യാറാകട്ടെ, ദൈവജനം അതിന് തയ്യാറാകട്ടെ. ദൈവത്തിന്റെ മഹത്വം കാണേണ്ടതിന് അപ്പോൾ തന്നെ ദൈവത്തിന്റെ ബലമൊന്ന് അനുഭവിക്കേണ്ടതിന്. നാം കഴിഞ്ഞ ആഴ്ച ഉയരത്തിലെ ചിന്തകൾ എന്നുള്ള വിഷയത്തിൽ കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നിന്ന് അതിന്റെ 1 മുതൽ 3 വരെയുള്ള ചിന്തകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഉയരത്തിലെ അന്വേഷണം, ഉയരത്തിലെ ചിന്തകൾ എന്നുള്ള വിഷയം നാം പഠിക്കുവാനിടയായിട്ടാണ്. ഞാൻ ആവർത്തിക്കുന്നില്ല, ആ മെസ്സേജ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആ സഭയുടെ ചാനലിൽ കിടപ്പുണ്ട്, എപ്പോൾ വേണമെങ്കിലും എടുത്തു നോക്കാം. അതുകൊണ്ട് അന്ന് പറഞ്ഞ ഒരു കാര്യവും ഞാൻ ഇന്ന് ആവർത്തിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. എന്നാൽ ദൈവമക്കളെ ഇന്ന് പകൽ പ്രബോധിപ്പിക്കുന്നത് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: മരുഭൂമിയാണെങ്കിലും ദൈവമേ നീ എന്റെ ദൈവമാണ്, ആദ്യകാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഭാഗം എങ്ങനെയാണ്? God, you are my God, earnestly I seek you. ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെ
അന്വേഷിപ്പാൻ ഇടയായിത്തീരും. എവിടുത്തെ കാര്യമാണ് അന്വേഷിക്കുന്നത്? കൊട്ടാരത്തിൽ എങ്ങനെ ഇരിക്കുന്നെന്നല്ല, മരുഭൂമിയിലായിരിക്കുമ്പോൾ കൊട്ടാരത്തിലെ കാര്യങ്ങളെ ഓർത്തല്ല അന്വേഷിക്കുന്നത്. പിന്നെയോ ഉയരത്തിലുള്ള കാര്യങ്ങൾ, ദൈവത്തിന്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കൊട്ടാരത്തിലെ കാര്യം, അല്ലെ വീട്ടിലെ കാര്യം, നമ്മുടെ സാഹചര്യങ്ങളെ കുറിച്ച് കൂടെ എന്ത് ചെയ്തേനെ? അന്വേഷിക്കുകയും എഴുതി പിടിപ്പിക്കുകയും ചെയ്തേനെ. പക്ഷെ കൊട്ടാരത്തിലെ കാര്യങ്ങളൊന്നും എഴുതാതെ പറഞ്ഞു, ഞാൻ മരുഭൂമിയിലാണേലും കുഴപ്പമില്ല, എനിക്ക് അന്വേഷിക്കേണ്ടത് ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ്, ദൈവത്തിന്റെ ബലത്തെ കുറിച്ചാണ് എനിക്ക് അന്വേഷിക്കുവാനായിട്ട് ഇടയായിരിക്കുന്നത്. എന്റെ ആഗ്രഹം അതാണ്. അതുകൊണ്ട് ബഹുമാന്യ ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ആഗ്രഹം ഈ COVID-19 കാലത്ത്, ഞാൻ പ്രാരംഭത്തിൽ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ് ദൈവമക്കളോട് ഓർപ്പിച്ചല്ലോ, ഇനിയും ഇതിനേക്കാൾ മാരക വൈറസ് വരുന്ന പ്രവചനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇതിലും വലുത് വന്നാൽ നമ്മുടെ അന്വേഷണങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവകാര്യങ്ങൾ അന്വേഷിക്കുന്നതിലാകട്ടെ, ഉയരത്തിലെ ചിന്തകളാകട്ടെ. അപ്പോൾ ഇന്ന് പകൽ നാം ചിന്തിക്കുന്നത്, നിങ്ങൾ കൊലോസ്യ ലേഖനം 3:1-2 നിങ്ങൾ പിന്നീട് ധ്യാനിച്ചു കൊള്ളുക, പഠിച്ചുകൊള്ളുക. വായിക്കുവാൻ പോലും ഞാൻ സമയങ്ങളെ എടുക്കുന്നില്ല. അവിടെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കുക. ഇവിടെയും സങ്കീർത്തനത്തിൽ അതാ കണ്ടത്. ഭൂമിയിലെ കാര്യമല്ല താൻ അന്വേഷിച്ചത്, പിന്നെയോ ദൈവത്തിന്റെ ബലം എങ്ങനെയുണ്ട് അതൊന്ന് അന്വേഷിക്കുക. ആ ബലം എനിക്കൊന്ന് അനുഭവിക്കണം. ദൈവത്തിന്റെ മഹത്വം എന്തുണ്ട്, എനിക്ക് അതൊന്ന് അനുഭവിക്കണം എന്ന് പറയാമോ ദൈവമക്കളെ? എനിക്കത് വേണമെന്ന്. ആ മഹത്വം എനിക്ക് വേണം, ആ ബലം എനിക്ക് വേണം, ആ ശക്തി എനിക്ക് വേണം. ഉയരത്തിലെ കാര്യങ്ങളെ കുറിച്ചായിരിക്കട്ടെ നമ്മുടെ അന്വേഷണങ്ങൾ. ഇനി വളരെ ശ്രദ്ധിക്കുകയാണ്, ഭൂമിയിൽ അന്വേഷിച്ചാൽ എന്ത് പ്രതിഫലം കിട്ടും? ഇവിടുത്തെ ഭൗമികമാകുന്ന അന്വേഷണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഉയരത്തിൽ അന്വേഷിച്ചാൽ എന്ത് കിട്ടും? ഇത് നമുക്കൊന്ന് പഠിക്കണം. ഇന്ന് ഈ ഭാഗമൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്കൊരു മാറ്റം വരണം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കട്ടെ. ഭൂമിയിലെ പ്രത്യേകത ഞാൻ പറയാം. ഭൂമിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് കാണുന്നതാണ്, അത് താൽക്കാലികമാണ്. 2 കൊരിന്ത്യർ ലേഖനത്തിൽ അതിന്റെ 4-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് 2 കൊരിന്ത്യർ 4:18. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. അടുത്തത്, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നിങ്ങൾ ആ പദങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ ചിന്ത ഉയരത്തിലെ ചിന്തകൾ എന്നുള്ളതാണ്. അപ്പോൾ ഉയരത്തിലെ ചിന്തയും ഭൂമിയിലെ ചിന്തയും അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൂമിയിലെ ചിന്തയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് കാണുന്നത് ആകുന്നു. ഭൂമിയിലെ കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അപ്പൊ ഉയരത്തിലുള്ളതോ കാണാത്തതാണ്. കാണുന്നതിന്റെ പ്രത്യേകത എന്താ? എല്ലാവരും ഒന്ന് പറഞ്ഞ ദൈവമക്കളെ, കാണുന്നതിന്റെ പ്രത്യേകത എന്താ? താൽക്കാലികമാണ്. നമ്മൾ എത്ര മോടിയുള്ള വസ്ത്രം ധരിച്ചാലും, എത്ര വലിയ കെട്ടിടങ്ങൾ പണിതാലും, ഈ ജീവിതത്തിൽ എന്തെല്ലാം ഭൂമിയിൽ നേടിയാലും, ധന്യനായ പൗലോസ് ഒരു പദം കണ്ടതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു, കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ഇറ്റ്സ് ടെമ്പററി. കാണുന്നതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ കാണാത്തതോ അത് നിത്യമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ വിശേഷിപ്പിക്കാം, ഭൂമിയിലുള്ളത് എന്താണ്? ഭൂമിയിലെ അന്വേഷണങ്ങൾ എന്താണ്? അത് താൽക്കാലികമാണ്. ദൈവമക്കൾ എന്നോട് ചേർന്നൊന്ന് പറയാമോ? ഭൂമിയിലെ അന്വേഷണങ്ങളും ഭൂമിയിലെ ചിന്തകളും എന്താണ്? അത് താൽക്കാലികമാണ്. എന്നാൽ ഉയരത്തിലെ അന്വേഷണവും ഉയരത്തിലെ ചിന്തയും എന്താണ്? അത് നിത്യമാണ്.
It's eternal. അത് നിത്യമായിട്ടുള്ളതാണ്, നിത്യത വരെയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഉയരത്തിലെ അന്വേഷണം എവിടെ എത്തിക്കും? നിത്യതയിൽ നമ്മെ എത്തിക്കുവാനായിട്ടിടയായിത്തീരുന്നു. ഭൂമിയിലെ അന്വേഷണമോ ഇവിടം കൊണ്ട് താൽക്കാലികമായി ഇവിടം കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടു പോകുവാനായിട്ടിടയായിത്തീരുന്നു. ഞാൻ ഒരു വാക്യം കൂടെ എടുത്തിട്ട് ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 6-ാമത്തെ അധ്യായത്തിലെ 19-20 വാക്യങ്ങൾ ഇതിനോട് ചേർന്ന് ഞാനെന്നെ വായിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ ഒന്ന് വായിക്കുമല്ലോ. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. അടുത്തത്, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ച് കൊള്ളുവിൻ. ശ്രദ്ധിച്ചേ, അവിടെയും പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലെ നിക്ഷേപത്തിന്റെ പ്രത്യേകതയുണ്ട്, അല്ലെ ഭൂമിയിലെ അന്വേഷണങ്ങളുടെ പ്രത്യേകതയുണ്ട്, ഉയരത്തിലെ അന്വേഷണങ്ങളുടെ പ്രത്യേകതയുണ്ട് എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് ഓർമ്മിച്ചിരിക്കുന്നു. പുഴുവും തുരുമ്പും കെടുക്കുന്നതാണ് ഈ ഭൂമിയിലെ അന്വേഷണങ്ങളും ഭൂമിയിലെ നിക്ഷേപങ്ങളും. അടുത്തത് പറഞ്ഞിരിക്കുന്നു, കള്ളന്മാരെ മോഷ്ടിക്കുന്നതാണ് ഈ ഭൂമിയിലെ നിക്ഷേപം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ ഭൂമിയിലെ അന്വേഷണം കൊണ്ട് നേടുന്നതെല്ലാം എന്താണ്? പുഴുവ്, തുരുമ്പ്, കള്ളൻ. ഇതിന് കൊണ്ടുപോകാനുള്ളതാണ് ഏത്? ഈ ഭൂമിയിൽ നാം നേടുന്നതെല്ലാം. എന്തു നേടുന്നോ ഈ ഭൂമിയിൽ നേടുന്നതെല്ലാം പുഴുവിനും തുരുമ്പിനും കള്ളനും കൊടുക്കാനുള്ളതാണ്. ചങ്കിടിപ്പ് വർദ്ധിക്കരുത്, പ്രഷർ കൂടരുത്. കാരണം ഈ ഭൂമിയിൽ അധ്വാനിച്ചും ഈ ഭൂമിയിൽ സമ്പന്നത അന്വേഷിച്ചുമൊക്കെ ഒരുപാട് ഈ ഭൂമിയിൽ നിക്ഷേപിക്കുന്ന അനുഭവങ്ങൾ പലർക്കുമുണ്ട്. നമ്മുടെ കാര്യമല്ല പറഞ്ഞു, ലോക മനുഷ്യന്റെ കാര്യമോ പറഞ്ഞു. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്. ഞാൻ ഓർപ്പിക്കട്ടെ, ബൈബിൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇത് 3 കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. ഈ ഭൂമിയിലുള്ളത് എന്തിനു വേണ്ടിയാണ്? പുഴുവിനും തുരുമ്പിനും കള്ളനും. നമ്മൾ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ എല്ലാ മാന്യതയും വേണം, നല്ല വസ്ത്രം വേണം, നല്ല വീട് വേണം. പക്ഷെ ഓർത്തോണം, ഇത് എന്തിനുള്ളതാ? ആ ഒരു ചിന്ത നമ്മെ ഭരിക്കുവാൻ ഇടയായി തീരണം. എന്നും ഇത് നമ്മെ നയിക്കത്തില്ല. ഇത് പുഴുവും തുരുമ്പും കള്ളന്മാരും കൊടുക്കുന്നു. യേശുക്രിസ്തു അത് പറയുവാനായിട്ടുള്ള കാരണം യഹൂദന്റെ സാമ്പത്തികം അല്ലെങ്കിൽ അവരുടെ സോഴ്സ് ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് നല്ല വസ്ത്രം ധരിക്കുന്നതായിരുന്നു. അപ്പോൾ തന്നെ അവരുടെ പത്തായത്തിലെ നെല്ലറകളെ നിറയ്ക്കുന്നതായിരുന്നു. മൂന്നാമത് ഈ സ്വർണം പോലെയുള്ള അല്ലെങ്കിൽ ജൂവൽസ്, രത്നങ്ങളൊക്കെ പാത്തുവെച്ച് സൂക്ഷിക്കുന്ന പതിവുകൾ ഉണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങളെ ഉദ്ദേശിച്ചാണ് യേശു കർത്താവ് പറയുവാൻ ഇടയായി തീർന്നത്. നല്ല വസ്ത്രം അത് പുഴുവരിച്ച് പോകുവാനായിട്ടിടയായി തീരും. അപ്പോൾ തന്നെ ആ ധാന്യങ്ങൾ പത്തായത്തിലിട്ട് സൂക്ഷിക്കുന്ന പതിവുണ്ട്. ഇത് അധികമായിട്ട് സൂക്ഷിച്ചാൽ ഇത് തുരുമ്പെടുത്ത് ഇത് നശിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോൾ തന്നെ സൂക്ഷിച്ചു വെക്കുന്ന ഗോൾഡ്, ആയുധങ്ങളെ, ജൂവൽസ്, ഇതെല്ലാം കള്ളന്മാര് വന്ന് ഒരു ദിനം മോട്ടിച്ചുകൊണ്ടും പോകുവാനായിട്ട് ഇടയായിത്തീരും. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞത്, നിങ്ങൾ ഈ ഭൂമിയിൽ സ്വരൂപിച്ചാൽ നിങ്ങളുടെ കാര്യം എങ്ങനെയാ? ഇത് പുഴു കൊണ്ടുപോകും, ഇത് തുരുമ്പ് കൊണ്ടുപോകും, ഇത് കള്ളന്മാർ കൊണ്ടുപോകും. അതേ വാചകത്തിൽ അടുത്ത സെന്റൻസിൽ പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്നാൽ നിങ്ങൾ സ്വർഗത്തിലൊന്ന് സ്വരൂപിച്ചു നോക്കിക്കേ. അതിന്റെ പ്രത്യേകത എന്താ? അവിടെ പുഴു
കൊണ്ടുപോകത്തില്ല. പിന്നെ അവിടെ തുരുമ്പെടുത്ത് നശിച്ചു പോകത്തില്ല. 3, അവിടെ കള്ളന്മാര് എടുത്തുകൊണ്ടും പോകത്തില്ല. സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ഉള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ നിക്ഷേപമാകട്ടോ നിങ്ങളുടെ പ്രാർത്ഥനകൾ, മറന്നു പോകരുത്. അത് ധൂപവർഗമായി സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഉപവാസം യേശു കർത്താവ് തന്നെ പറഞ്ഞ പദമാണ് ഞാൻ ആവർത്തിക്കുന്നത്. നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്ക. രഹസ്യത്തിലുള്ള പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരുവാൻ ഇടയായിത്തീരും. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിച്ച് ഉപവസിക്കരുത് എന്ന് പറഞ്ഞിട്ട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനെ വിളങ്ങേണ്ടതിന്, കാണേണ്ടതിന് തലയിൽ എണ്ണ പുരട്ടി വാടിയ മുഖം കാണിക്കാതെ പ്രസന്നതയോടെ മുഖമൊക്കെ കഴുകി വൃത്തിയായി ദൈവസന്നിധിയിൽ ഉപവസിക്കുക. അടുത്ത പദമാണ് ശ്രേഷ്ഠം. രഹസ്യത്തിൽ കാണുന്ന ഈ ഉപവാസം, രഹസ്യത്തിൽ കാണുന്ന കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. രഹസ്യത്തിൽ കാണുന്നവൻ പ്രതിഫലം തരുന്നുണ്ട്. ഈ ഭൂമിയിലെ ഒന്നും രഹസ്യത്തിൽ കാണാതിരിക്കുമ്പോൾ, എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉയരത്തിലേക്കുള്ളത് പ്രതിഫലമായിട്ട് അത് സ്വർഗം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. കരമുയർത്താൻ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഇന്ന് പകരം എത്ര പേർക്ക് ഉറപ്പുണ്ട്, എന്റെ ചില പ്രാർത്ഥനകൾ, ഉപവാസങ്ങള്, എന്റെ ചില ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, സുവിശേഷം അറിയിച്ചത്, കണ്ണുനീരുകളെ ഒഴുക്കിയത്, പാവപ്പെട്ടവരോട് മനസ്സലിവ് കാണിച്ചത്, ദൈവവൃത്യന്മാരെ മാനിച്ചത്, അത് സ്വർഗത്തിൽ രഹസ്യത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊരു പ്രതിഫലമുണ്ടെന്ന് ഇന്ന് മകൻ വിശ്വസിക്കണവരെ കരമുയർത്തിയ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. ഈ ഭൂമിയിലെ നിക്ഷേപം, സ്വത്ത്, എത്ര കോടികൾ സമ്പാദിച്ചാലും 6 അടി മണ്ണാണ്. എത്രയാണ്? 6 അടി മണ്ണാണ്. ഇവിടെ നിൽക്കാൻ മേലാത്ത പോലെ കടബാധ്യതയുള്ളവരെ ഈ ശബ്ദം കേൾക്കുന്നു ദൈവസഭയിലുണ്ട്. അപ്പോൾ തന്നെ കടങ്ങളും ഭാരങ്ങളും ഒന്നുമില്ലാതെ ഒരുപക്ഷെ വലിയ വലിയ നന്മകൾ ദൈവം നൽകി തന്നിട്ടുള്ളവരും കാണുമായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ 2 പേരെയും പ്രതിക്കൂട്ടിൽ ചേർത്തുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ഭൂമിയിലെ ജന്മിക്കുള്ള, ഈ ഭൂമിയിൽ എത്ര കോടീശ്വരനായാലും അവന് ലഭിക്കുന്നത് എന്താണെന്നറിയാമോ? 6 അടി മണ്ണാണ്. ഒരുപക്ഷെ സമൂഹത്തിൽ പ്രബലനോ രാജാവോ, ഞാൻ മറ്റു പേരുകളൊന്നും പരാമർശിക്കുന്നില്ല, ചിലപ്പോൾ കുന്തിരിക്കത്തിനകത്തോ മറ്റ് കേടുകൂടാതിരിക്കുന്ന വസ്തുക്കൾക്കകത്തോ ഒക്കെ നിങ്ങളെ ചിലപ്പോൾ പൊതിഞ്ഞു വെക്കാനായിട്ട് കഴിഞ്ഞിരിക്കും. എങ്കിലും ഈ ഭൂമിയിൽ നിങ്ങളുടെ അധ്വാനങ്ങളൊന്നും നിങ്ങളുടെ കൂടെ പോരത്തില്ല. എത്ര പേര് ഇന്ന് മകൾ അത് ഗ്രഹിക്കുന്നു? നമ്മുടെ കൂടെ പോരുന്നത് നമ്മുടെ പ്രവൃത്തി, അവരെ പിന്തുടരുന്നത് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികളാണ് ഉയരത്തിലെ നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതമാണ് ഉയരത്തിലെ നിക്ഷേപം എന്ന് പറയുന്നത്. നാം ഈ ഭൂമിയിൽ ആരാന്നറിയാമോ? എന്നോട് ചേർന്ന് പറയാമോ? 6 അടി മണ്ണിന്റെ ജന്മി. ഞാൻ ഏതോ മരണ ശുശ്രൂഷയിൽ അത് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. ലിയോ ടോൾസ്റ്റോയുടെ ഒരു പ്രധാന കഥയാണ് 6 അടി മണ്ണിന്റെ ജന്മി എന്നുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കണേ. എന്താണ് 6 അടി മണ്ണിന്റെ ജന്മി? ഈ ഭൂമിയിലെ സമ്പാദ്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാം കോടീശ്വരർ. എത്ര? 6 അടി മണ്ണിന്റെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത്രയേ ഉള്ളു കേട്ടോ. 6 അടി മണ്ണിന്റെ ജന്മിയാണ് നമ്മള്. ലിയോ ടോൾസ്റ്റോയുടെ ഒരു ചെറുകഥയിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന, ഒരു കർഷകൻ താൻ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുക, താൻ ദരിദ്രനാണ്. ദരിദ്രനായ കർഷകൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവ് എന്നെ ഒന്ന് സമ്പന്നനാക്കണം, എന്നെ ധനികനാക്കണം. ഒടുവിൽ ദൈവം ദൈവത്തിന് പ്രത്യക്ഷനായ ആ കഥയുടെ സാരാംശം. ആ കഥയിൽ എഴുതിയിരിക്കുന്നു, ദൈവം പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നീ രാവിലെ മുതൽ ഓടണം,
ഓടി 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 ഒരു സ്ഥലത്ത് നിന്ന് ഓടി വൈകുന്നേരമാകുമ്പോൾ നീ തിരിച്ച് ഇതേ സ്ഥലത്ത് വരുവാനായിട്ടിടയായിത്തീരണം. നീ എവിടെയെല്ലാം ഓടുന്നോ ആ ഓടുന്ന സ്ഥലം മുഴുവൻ നിന്റേതായിട്ട് നിനക്ക് പതിച്ചു തരുവാനായിട്ട് പോവുകയെന്ന് പറഞ്ഞു. ഉടനെ ആ കർഷകന് സന്തോഷമായി രാവിലെ മുതൽ ഓടി വൈകുന്നേരം വരെ ഓടി വന്ന് എവിടുന്ന തുടങ്ങിയത് അവിടെ വരെ നല്ല കണ്ണായ സ്ഥലം നോക്കി അതേ ഓടി മടങ്ങി വരുവാനിടയായി തീർന്നു. ആ കഥ നിർത്തിയപ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി, എവിടെ നിന്നാണ് ഓട്ടം തുടങ്ങിയത്, എവിടെയാണോ തിരിച്ചു വന്നത്, ഓട്ടത്തിന്റെ ഒടുവിൽ ആ കർഷകൻ അവിടെ വീണ് മരിക്കുവാനായിട്ടിടയായി തീർന്നു. ഒരു പകല് കൊണ്ട് ഏക്കർ കണക്കിന് ഭൂമി വെട്ടിപ്പിടിച്ചെടുത്തു. ഏക്കർ കണക്കിന് സമ്പാദിപ്പാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയതെന്താണ്? 6 അടി മണ്ണിന്റെ ജന്മി എന്നുള്ള പേരാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് മകൾ ചലഞ്ച് പോലെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ സമ്പത്തോർത്ത് നിങ്ങൾ ദുഃഖിക്കണ്ട കേട്ടോ. ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചില്ലെന്ന് കരുതി ദുഃഖിക്കുന്നവരോട് അങ്ങനെ പറയുന്നത്, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ഭാരപ്പെടണ്ട. ദൈവം നിങ്ങൾക്ക് സമ്പത്ത് തരുന്നെങ്കിൽ സ്വീകരിച്ചു, 2 കൈയിൽ നിന്ന് സ്വീകരിച്ചു. പക്ഷേ സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനെയും ബൈബിൾ വിളിച്ചിരിക്കുന്നത് 6 അടി മണ്ണിന്റെ അവകാശം മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ അതേ തരുന്നുള്ളൂ. എന്നാൽ പ്രത്യാശയുള്ള ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവന് പറയുവാനായിട്ട് കഴിയും, അവൻ 6 അടി മണ്ണിന്റെ ജന്മി അല്ല, അവന് സ്വർഗത്തിൽ ചിലത് സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരട്ടെ. പത്രോസ്ലീഹയുടെ ലേഖനം ഒന്നെടുക്കണം. 1 പത്രോസിന്റെ ലേഖനം, അതിന്റെ 4-ാമത്തെ അധ്യായം, അതിന്റെ 1-ാമത്തെ അധ്യായം, 1 പത്രോസിന്റെ ലേഖനം, അതിന്റെ 1-ാമത്തെ അധ്യായം 4-5 തിരുവചനങ്ങൾ. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പദം ശ്രദ്ധിച്ചോ. ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി, വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. ഞാൻ നിങ്ങളുടെ പേരുകൾ പറയുന്നില്ല, നിങ്ങൾ തന്നെ പറ, എനിക്ക് വേണ്ടി. എനിക്ക് വേണ്ടി സ്വർഗത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. സ്തോത്രം പറയാമോ? കരം ഉയർത്തി സ്തോത്രം പറയാമോ? അപ്പോൾ ഈ ഭൂമിയിൽ കർത്താവൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടി എന്താ വെച്ചിട്ടുള്ളത്? വിശ്വാസത്തിൽ ദൈവശക്തിയാൽ നിങ്ങൾ കാക്കപ്പെടുന്നു. നിങ്ങൾക്ക് വേണ്ടി എവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? പറ ദൈവമക്കളെ, കരം ഉയർത്തി പറ, എവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? എവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇനി അതിന്റെ പ്രത്യേകത എന്താ? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! എത്ര പേർക്ക് ആമേൻ പറയുവാനായിട്ട് കഴിയും? എത്ര പേർക്ക് ആമേൻ പറയുവാനായിട്ട് കഴിയും? ക്ഷയവും വാട്ടവും മാലിന്യവും ഒന്നുമില്ലാത്തത് ഭൂമിയിലുള്ളതിന് എന്തായിരുന്നു? പുഴുവും തുരുമ്പും കള്ളനും മോഷ്ടിക്കുന്നതാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവജനൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ പൈതലെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തി കാണിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, സ്വർഗത്തിൽ നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ക്ഷയവും മാലിന്യവും വാട്ടവുമില്ലാത്ത, വാടിപ്പോകാത്ത, ക്ഷയിച്ചു പോകാത്ത അവകാശം, ഒരു ഹെറിറ്റേജ്, ഒരു ഉടമസ്ഥ അവകാശം എവിടെയുണ്ട്? പറ ദൈവമക്കളെ. ഈ ഭൂമിയിൽ ഒരുപക്ഷെ ഒരു തുണ്ട് വസ്തുവില്ലായിരിക്കാം, ഒരു സെന്റ് വസ്തുവില്ലായിരിക്കാം, സ്വന്തമായി സമ്പാദ്യമില്ലായിരിക്കാം. ആത്മാവിൽ സന്തോഷിക്കുന്നവർ ഇന്ന് പറയണം, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു.
സ്വർഗത്തിൽ ക്ഷയമില്ലാതെ, മാലിന്യമില്ലാതെ, വാട്ടമില്ലാതെ എനിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ജീസസ്. ഈ അവകാശം പ്രാപിക്കണ്ടേ? ഈ പ്രതിഫലം പ്രാപിക്കണ്ടേ ദൈവമക്കളെ? അത് ആഗ്രഹമുള്ളവരൊന്ന് കരമുയർത്തി പിടിച്ചാട്ടെ. കർത്താവേ, അതിനായിട്ട് എന്നെ സമർപ്പിക്കുകയാണ്. ആ ഉയരത്തിലേതൊക്കെ ഒന്ന് എന്നെ ഒന്ന് കാണിക്കണം. ആ അവകാശങ്ങൾ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ കർത്താവേ. ഈ ഭൂമിയിൽ ഞാൻ ദുഃഖിതന, ഇവിടെ സമ്പാദിച്ചതല്ല. അതെ, ആ ഭാരങ്ങളാ, പ്രയാസങ്ങളാ, നിരാശകളാ ഒത്തിരി സമ്പാദിച്ചിട്ട്. പക്ഷേ നിരാശയില്ലാത്ത, ക്ഷയമില്ലാത്ത, മാലിന്യമില്ലാത്ത, വാട്ടമില്ലാത്ത, തീർന്നില്ല, ഒരു നിക്ഷേപമായിട്ട്, ഒരവകാശമായിട്ട് എവിടാ സൂക്ഷിച്ചിരിക്കുന്നത്? ഭൂമിയിലാണോ സ്വർഗത്തിലാണോ? പറ ദൈവമക്കളെ. അങ്ങനെയാണെങ്കിൽ ഏതാ നമുക്ക് വേണ്ടത്? ഭൂമിയിലെ അന്വേഷണമാണോ കൂടുതലായിട്ട് വേണ്ടത്, അത് ഉയരത്തിലെ അന്വേഷണമാണോ? ഏതാ ദൈവമക്കളെ? ഇത് താൽക്കാലികമാണ് ദൈവവൈതലേ, ഇത് താൽക്കാലികമാണ്. നിങ്ങൾ എത്ര പേര് ആമേൻ പറയും? ഇത് താൽക്കാലികമാണ്, ഇത് താൽക്കാലികമാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പറയുന്നേ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളൊക്കെ ഒത്തിരി മരണ കിടക്കയിലൊക്കെ അടുത്ത് പോകുന്നവരാ. കാരണം മാസ്റ്റർമാര് ഞങ്ങളുടെ ജോലി അത് തന്നെയല്ലേ. ചിലരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, മണ്ണ് വാരി കൈ കൊടുത്താലേ അവര് മരിക്കത്തുള്ളൂ. ദീർഘനാളായി മരിക്കാൻ കിടന്നവർക്കൊക്കെ മണ്ണ് വാരി കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ട്. മണ്ണ് വാരി എന്ത് ചെയ്തിട്ടുണ്ട്? കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട്. ചിലരെ മരിക്കാൻ കിടക്കുമ്പോൾ മരിക്കത്തില്ല. ഉപദേശിച്ച് 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ചാലും മരണം സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു 500-ന്റെയോ ഒരു 100-ന്റെയോ നോട്ടെടുത്ത് അച്ചായന്റെ കയ്യിലോട്ട് കൊടുത്തു കഴിയുമ്പോൾ, അതെടുത്ത് തിരുമ്മി കഴിയുമ്പോൾ അച്ചായന് കണ്ണുകളെ അടയ്ക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇത് ഞാൻ കളവ് പറഞ്ഞതല്ല, ഞാൻ കേട്ടിട്ടുള്ളതാണ്. എന്റെ അനുഭവത്തിൽ 1-2 കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെന്നാൽ ഈ സന്ദേശം പലരും കേൾക്കുന്നതായിട്ട് ഞാൻ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സത്യമായ കാര്യമാണ് പറഞ്ഞത്. ചിലര് മരിക്കണേൽ എന്ത് ചെയ്യണമെന്നറിയാമോ? കൈ ഇച്ചിരി നോട്ടെടുത്ത് കൊടുക്കണം. ചിലരുടെ കയ്യിലെ മണ്ണെടുത്ത് കൊടുക്കുവാനായിട്ട് ഇടയായിരിക്കണം. ഇന്ന് പകൽ ദൈവദിനത്തോട് ഓർമ്മിക്കട്ടെ. പക്ഷെ പ്രത്യാശയുള്ള ദൈവമൈതല്യത് പ്രശ്നമല്ല, മണ്ണും പ്രശ്നമല്ല, പണവും പ്രശ്നമല്ല. അവൻ വിളിച്ചു പറയാനായിട്ട് ഇടയായിരിക്കണം. ഈ ഭൂമിയെ തുരുമ്പടിച്ചു പോകുന്ന, പുഴു തിന്നുന്ന, അത് നശിച്ചു പോകുന്ന, കള്ളൻ കൊണ്ടുപോകുന്നതിനല്ല എന്റെ നിക്ഷേപം ഇരിക്കുന്നത്. എന്റെ നിക്ഷേപം ക്ഷയവും മാലിന്യവും വാട്ടവുമില്ലാത്ത ഉയരത്തിലുള്ള അനുഭവങ്ങളിലാണ്. എത്ര പറയും അക്കരം തട്ടിയോ ദൈവത്തെ മഹത്വപ്പെടുത്താമോ? എന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഉയരത്തിലുള്ള കാര്യങ്ങളിലാണ്. എന്റെ നിക്ഷേപം എന്ന് പറയുന്നത് ആ ഉയരത്തിലുള്ള കാര്യങ്ങളിലാണ്. എത്ര പേര് കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തു? അങ്ങനെ ഉയരത്തിലെ ചിന്തയുമായി തിരിക്കുന്ന ദൈവമെന്ന് പറയുവാൻ കഴിയും. പ്രത്യാശയോടെ നാടുകളുടെ ഇടയായിട്ട് അവന് മണ്ണ് വേണ്ട, അവന് പണം വേണ്ട, നല്ല വസ്ത്രം വേണ്ട. സ്തോത്രം. ഇതൊന്നും വേണ്ടാമില്ല. പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ പ്രതിഫലം വാങ്ങി ഇനിയും ഞാൻ ഈ മെസ്സേജ് നീട്ടുന്നില്ല. ഈ ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കണം. അതുകൊണ്ട് പ്രതിഫലം കൂടെ പറഞ്ഞ് നിർത്താം. സ്തോത്രം. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഭൂമി നിക്ഷേപം സ്വരൂപിച്ചും അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ ഓർപ്പിക്കട്ടെ, നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടരത്രയെന്നല്ല പൗലോസ്ലീഹയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിലാകണം, നമ്മുടെ ചിന്തകൾ ഉയരത്തിലേക്കാകണം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്കാണ് പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ഒഴിയുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി ഉയരത്തിലെ അന്വേഷിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഭൂമിയിൽ അന്വേഷിച്ചാൽ അവിടെ ഗുണം ഞാൻ പറഞ്ഞു ഇല്ലേ? ഇവിടെ എന്ത് കിട്ടും? അത് താൽക്കാലികമാണ്, അത് പുഴുവരിക്കുന്നതാണ്, അത് തുരുപിടിക്കുന്നതാണ്, അത് നശിച്ചു പോകുന്നതാണ്. ഞാൻ മരിക്കട്ടെ, നിങ്ങൾ മരിക്കട്ടെ, ഒരു നല്ല ഉടുപ്പ് പോലും തന്ന് ഇവിടത്തിലെ ഏറ്റവും വലിയ തെളിവാണ് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ അടുത്തുള്ള കടയുടെ പേര് പറയുന്നില്ല, അടുത്തുള്ള കടയിലോട്ട് ചെന്നേച്ച് ഒരു വെള്ളത്തുണി, ഒരു ഒറ്റമുണ്ട് തുണി, ശരീരത്തെ മൂടാനായിട്ടിടുന്നത് എത്ര വലിയ കോടീശ്വരന് ഇതാ ലഭിക്കുന്നത്.
എത്ര വലിയ തടിയിൽ ഇതാ ലഭിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ ചിലത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പ്രാപിക്കണമെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഉയരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിപ്പാനിടയായി തീരണം. എന്താ ഉയരത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? അതുകൂടെ ഞാനങ്ങ് പറയുക. എന്താ ഉയരത്തിൽ നിന്ന് ലഭിക്കുന്നതോടെ അറിയണ്ടേ? ഇതെങ്ങനെ നിക്ഷേപിക്കാവുന്നതോടെ പറയണമായിരുന്നു, പക്ഷേ സമയപരിമിതിയിൽ പറയുന്നില്ല. ഉയരത്തിൽ എന്താ ലഭിക്കാൻ പോകുന്നതെന്ന് ഞാനൊന്ന് പറയാം. ഒന്ന്, സ്വർഗീയ തേജസ് ഉയരത്തിലെ നിക്ഷേപത്താൽ നമുക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ പുഴുവും തുരുമ്പും നശിക്കുന്നതുമാണെങ്കിൽ സ്വർഗീയ തേജസ് ദാനിയേൽ പ്രവചനത്തിലെ 12-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ ഇപ്രകാരം കാണുന്നു. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനം. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്ക് ശോഭിക്കും. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. അവിടെ എന്താ ഓർപ്പിച്ചിരിക്കുന്നത്? ബുദ്ധിമാന്മാർ 14-ാം സങ്കീർത്തനത്തിലും 53-ാം സങ്കീർത്തനത്തിലും ആവർത്തിക്കുന്ന ഒരു വാക്യമുണ്ട്. അറിയാവുന്നവരെന്ന് പറയാമോ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അങ്ങനെ നോക്കുന്ന കൂട്ടത്തിൽ ഈ ഭൂമിയിലെ കാര്യമല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് സ്വർഗമിട്ട പേരാ ബുദ്ധിമാൻ. അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് എന്ത് കിട്ടും? അവർക്ക് തേജസ് കിട്ടും. അവര് ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ, നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. അത് എത്ര നാളത്തേക്കാണ്? എന്നും എന്നേക്കും. ആ കാര്യങ്ങൾ എന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ആ പ്രത്യാശ ഒന്ന് പുതുക്കിക്ക്. ആമേ. ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ ദൈവകാര്യങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ഉയരത്തിലെ അന്വേഷിക്കുന്ന ദൈവത്തിന്റെ പൈതലിൽ നിങ്ങളെ കുറിച്ച് വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന അങ്ങനെയുള്ളവര്, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവര്, അപ്പോൾ തന്നെ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ അവർ ശോഭിക്കുമെന്ന് എഴുതിയിരിക്കുമെങ്കിൽ അത് പ്രാപിക്കാൻ ഒരു കൊതിയില്ലേ? ഉയരത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ പ്രാപിക്കാൻ പോകുന്ന എന്താണെന്നറിയാമോ? ഈ ചുക്കും ചുടും ഒക്കെ അങ്ങ് മാറിയിട്ട് നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ഒരു അനുഭവം കർത്താവ് തരും. ഒന്ന് സ്തോത്രം പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞു മക്കളെ. പുഴുവും തുരുമ്പും, അതെ, ആ കള്ളന്മാര് മോട്ടിക്കത്ത് ഒന്നുമില്ല, നക്ഷത്രം പോലെ ശോഭിക്കുന്ന അനുഭവത്തെ തരും. ഇനിയും ഉയരത്തിലെ അന്വേഷിച്ചാൽ കിട്ടുന്നത് നിലനിൽക്കുന്ന വലിയ പേര് നിങ്ങൾക്ക് കിട്ടും. വലിയ പേര് കിട്ടും. എവിടെ? സ്വർഗത്തിൽ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഉയരത്തിലെ കാര്യം അന്വേഷിച്ച് ഞാനിത് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അവസാനിപ്പിക്കുവാൻ കഴിയുന്നുള്ളൂ. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് തൊട്ട് പറയാം. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറന്നിരിക്കുന്ന മന്ന കൊടുക്കും, ഞാനവന് വെള്ളക്കല്ലും ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും. ആർക്ക്? ജയിക്കുന്നവൻ. ജയിക്കുന്നവന്. ജയിക്കുന്നവൻ ആരാ? ഉയരത്തിലെ അന്വേഷിക്കുന്നവൻ. ഉയരത്തിലെ കാര്യങ്ങൾ, ദൈവകാര്യങ്ങൾ അന്വേഷിക്കുന്നവർ, അവൻ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുകയും അപ്പോൾ തന്നെ ഒരു പുതിയ പേര് എവിടെ എഴുതി വെക്കും? വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു പ്രത്യാശയില്ലെന്ന് തോന്നുന്നു ദൈവമക്കളെ കണ്ടിട്ട്. ഒരു പുതിയ പേര് കിട്ടുമെന്ന്, ഒരു പുതിയ നാമം നമുക്ക് വരുമെന്ന്, സ്വർഗം നമുക്കൊരു പുതിയ പേര് തരുമെന്ന്. അതാ പറഞ്ഞത്, കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യമാണ്. ഒരു പുതിയ പേര് തരും. ഇനിയും സ്വർഗരാജ്യത്തിൽ വലിയവനെന്നുള്ള സ്ഥാനം, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം? ലൂക്കോസ് സുവിശേഷത്തിൽ 7-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പ്രത്യാശ ഒന്ന് വർദ്ധിക്കണം കേട്ടോ. ഉയരത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ കിട്ടുന്നത്
ലൂക്കോസ് സുവിശേഷം 7:28 വലിയവൻ ആരുമില്ല, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ. യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ എന്താ ലഭിക്കാൻ പോകുന്നത്? വലിയവൻ എന്നുള്ള സ്ഥാനം. ഒന്ന് പറഞ്ഞ ദൈവമക്കളെ, വലിയവൻ എന്നുള്ള സ്ഥാനം, ഒരു പ്രത്യേക പേര്, നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന അനുഭവം. ഇനിയും കിരീടങ്ങളുണ്ട്, എടുത്തോർപ്പിക്കുവാനായിട്ടേ കഴിയുന്നില്ല. ജയാളികൾക്ക് സിംഹാസനം കൊടുക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-21 ചേർത്ത് പിടിച്ചാൽ, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടി അത്താഴം കഴിക്കും. അടുത്ത വചനത്തിൽ ഓർപ്പിച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, ജയിക്കുന്നവനെ ഞാൻ എന്നോട് കൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അങ്ങനെയാണെങ്കിൽ ഇത് ശ്രേഷ്ഠതയുടെ മാർഗമല്ലേ ദൈവമക്കളെ? ഉയരത്തിലെ അന്വേഷിച്ച ശ്രേഷ്ഠതയുടെ മാർഗമല്ലേ? ഭൂമിയിലെ അന്വേഷിച്ചാൽ ഇത് കിട്ടത്തില്ല, ഇത് നശിച്ചു പോകുമെന്ന് എവിടെ കൊണ്ട് ഇരുത്തുമെന്ന്? യേശുവിനോട് കൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. കർത്താവിനോട് കൂടെ ഇരുത്തും. എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവനോട് കൂടെ ഞാൻ വസിക്കുകയും അവനെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ എത്ര പേർക്ക് പ്രത്യാശയുണ്ട് ദൈവമക്കളെ? ഒരു പുതിയ സ്ഥാനം, സിംഹാസനത്തിൽ ഇരുത്തുന്ന അനുഭവമാണ് ഉയരത്തിലെ അന്വേഷിച്ചാൽ കിട്ടുന്ന. അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ പറയുന്നത്, ഈ ഭൂമിയിലെ അന്വേഷണങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് കൊടുക്കാതെ, പ്രാധാന്യം കൊടുക്കാതെ ദൈവകാര്യങ്ങൾ അന്വേഷിക്കുക. പ്രാർത്ഥന എപ്പോഴാണെന്ന് അന്വേഷിക്കുക, ഉപവാസം എപ്പോഴാണെന്ന് അന്വേഷിക്കുക, എപ്പോഴാ കൂട്ടായ്മയെന്ന് അന്വേഷിക്കുക. വിഷയങ്ങള് പരസ്പരം ദൈവമക്കളുമായിട്ട് പങ്കുവെച്ച് ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നേ. വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്ന അനേക കാര്യങ്ങൾ അർപ്പിക്കാനുണ്ടെങ്കിലും നാം അധ്വാനിച്ചതിന് പ്രതിഫലമുണ്ട്, സഹിച്ച നിന്ദകൾക്ക് പ്രതിഫലമുണ്ട്. അപ്പോൾ തന്നെ കർത്താവിന് കൊടുക്കുന്നതിന് പ്രതിഫലമുണ്ട്. കർത്താവിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, ഞാൻ ആ പദം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. മത്തായി സുവിശേഷം 10:41-42 വചനങ്ങൾ. മത്തായി സുവിശേഷത്തിൽ 10-ാം അധ്യായം 41-42 വചനങ്ങൾ. പ്രതിഫല ഉറപ്പ്. അടുത്തത്, ചെറിയവരിലൊരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് എന്റെ യേശു പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം ഈ ഭൂമിയിൽ ഒരഭിഷക്തന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ പ്രയോജനം നിങ്ങളിലൂടെ മറ്റുള്ളവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. ജീസസ്. അങ്ങനെയാണെങ്കിൽ ഇനി ഏത് വേണം? ഞാൻ ചിന്തകൾക്ക് വിരാമം കുറിക്കുന്നു. നമുക്ക് ഏത് വേണം? നമുക്ക് ഏത് വേണം ദൈവമക്കളെ? ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഏത് വേണം? ഉയരത്തിലെ വേണമോ അതോ ഭൂമിയിലെ വേണമോ? ഒരു ചിന്ത നമ്മെ ഭരിക്കട്ടെ. സ്വർഗീയ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്ത നമ്മെ പഠിക്കട്ടെ. സ്വർഗീയ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മെ വർദ്ധിപ്പിക്കട്ടെ. ദൈവമക്കളെ, ഒരു തീരുമാനമെടുക്കൂ. ഏത് വേണം? ഭൂമിയിലുള്ളത് വേണോ ഉയരത്തിലുള്ളത് വേണമോ? ഒരു തീരുമാനത്തിലെത്തുവാൻ കഴിയുമോ? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു തീരുമാനത്തിലെത്തുവാൻ കഴിയുമോ? ഭൂമിയിലുള്ളതാണോ ഉയരത്തിലുള്ളതാണോ വേണ്ടത്? ഭൂമിയിലുള്ളത് താൽക്കാലികമായിരിക്കുമ്പോൾ ഉയരത്തിലുള്ളത് നിത്യമാണ്. ഭൂമിയിലുള്ളത് നശിച്ചു പോകുമ്പോൾ ക്ഷയവും മാലിന്യവും മാറ്റവും ഇല്ലാത്ത അവകാശമുള്ളതാണ്. അപ്പോൾ തന്നെ പ്രതിഫലമുള്ളതാണ് ഉയരത്തിലുള്ളത്. ഈ ഭൂമിയിലെ പ്രതിഫലങ്ങളെല്ലാം താൽക്കാലികമാണ്. ഞാൻ ഓർപ്പിച്ചു, ഈ ഭൂമി നമുക്ക് 6 അടി മണ്ണിന്റെ ജന്മത്വം തരുമ്പോൾ
വലിയവനെന്നുള്ള പേരും സിംഹാസനത്തിലിരിക്കാൻ വരവും പുതിയ പേരും തേജസ്സും വലിയവനെന്നുള്ള സ്ഥാനമൊക്കെയും ഉയരത്തിൽ ലഭിക്കുമ്പോൾ ഇന്ന് മകനെ സമർപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മഹിമയിൽ ഞാൻ കിരീടം ചൂടി അവൻ മുഖം ഞാൻ ദർശിക്കും. അങ്ങു ജീവന്റെ നദി കവിഞ്ഞൊഴുകുമേ. ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ. പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റനാൽ. ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ. പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ.